പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമവർത്തനം, ജോഷുവ, ന്യായാധിപൻ, റൂത്ത്, 1 സാമുവേൽ, 2 സാമുവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം, ഇസ്രാ, നെഹ്മിയ, തോബിത്ത്, യൂദിത്ത്, എസ്റ്റർ, 1 മക്കബാർ, 2 മക്കബാർ, ജോബ്, സങ്കീർത്തനങ്ങൾ, സുഭാഷിതങ്ങൾ, സഭാപ്രസംഗൻ, ഉത്തമഗീതം, ജ്ഞാനം, പ്രഭാഷകൻ, ഏഷ്യ, ജെറമിയ, വിലാപങ്ങൾ, ബാറുക്ക്, എസെക്കിയേൽ, ദാനിയേൽ, ഹോസിയേൽ, ജോയേൽ, ആമോസ്, ഒബാദിയ, യോന, മിക്ക, നാഹൂം, ഹബക്കുക്ക്, സെഫനിയ, ഹഗ്ഗായി, സെക്കറിയ, മലാക്കി, മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ, റോമ, 1 കൊരിന്ത്യസ്, 2 കൊരിന്ത്യസ്, ഗലാത്യ, എഫേസോസ്, ഫിലിപ്പി, കൊളോസസ്, 1 തെസ്സ, 2 തെസ്സ, 1 തിമോ, 2 തിമോ, തീത്തോസ്, ഫിലേമോൻ, ഹെബ്ര, യാക്കോബ്, 1 പത്രോസ്, 2 പത്രോസ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദാസ്, വെളിപ്പാട്. അതിവേഗത്തിൽ ബൈബിളിലെ പുസ്തകങ്ങളുടെയെല്ലാം പേരുകൾ പറഞ്ഞ് റെക്കോർഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ് ഇത്തിരിയില്ലാത്ത 2 കുരുന്നുകൾ. തൃശ്ശൂരിലെ പാറന്നൂർ വാഴപ്പിള്ളിലെ ഷന്ന മരിയ, ഷാൻ മരിയ എന്നീ കുട്ടികളാണ് നാടിന് അത്ഭുതമായി മാറിയിരിക്കുന്നത്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഷന്ന മരിയ വെറും 28 സെക്കൻഡ് കൊണ്ടാണ് ബൈബിളിലെ പുസ്തകങ്ങളുടെ പേരുകൾ പറഞ്ഞ് കലാമിൻ്റെ പേരിലുള്ള വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയതെങ്കിൽ 2ാം ക്ലാസ്സുകാരിയെ ഷാൻ മരിയയാകട്ടെ 48 സെക്കൻഡുകൾ കൊണ്ട് ബൈബിൾ പേരുകൾ ഉദ്ധരിച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലാണ് ഇടം നേടിയത്. മാതാപിതാക്കളായ ഷൈജുവും ജൂലിയും കുട്ടികൾക്ക് നൽകുന്ന പ്രോത്സാഹനവും പിന്തുണയുമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് കുട്ടികൾ പറയുന്നു. എൻ്റെ പേര് ഷെന്ന മരിയ. എൻ്റെ വീട് പാറന്നൂർ. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സെൻറ് തോമസ് UP സ്കൂൾ കൂനാമുച്ചിയിലാണ് ഞാൻ പഠിക്കുന്നത്. 2024 ബൈബിളിലെ 73 പുസ്തകങ്ങളുടെ പേര് 28 സെക്കൻഡിനുള്ളിൽ പറഞ്ഞ് കലാം വേൾഡ് റെക്കോർഡ് ലഭിച്ചു. എനിക്ക് ഈ അവാർഡ് കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷമായി. ജീവിതത്തിൽ ആദ്യമായാണ് എനിക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടുന്നത്. ഇതുവരെയായും ഇങ്ങനൊരു അച്ചീവ്മെൻറ്റ് എനിക്ക് ലഭിച്ചിട്ടില്ല. എൻ്റെ പേര് ഷാൻ മരിയ. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ വീട് പാറന്നൂർ. സെൻറ് തോമസ് UP സ്കൂൾ കൂനാമുച്ചിയിലാണ് ഞാൻ പഠിക്കുന്നത്. 2023 ബൈബിളിലെ 73 പുസ്തകങ്ങളുടെ പേര് 48 സെക്കൻഡിൽ പറഞ്ഞ് എനിക്ക് ഇന്ത്യ ബുക്ക് റെക്കോർഡ് ഓഫ് ലഭിച്ചു. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമവർത്തനം, ജോഷുവ, ന്യായാധിപൻ, റൂത്ത്, 1 സാമുവേൽ, 2 സാമുവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം, ഇസ്രാ, നെഹ്മിയ, തോബിത്ത്, യൂദിത്ത്, എസ്റ്റർ, 1 മക്കബാർ, 2 മക്കബാർ, ജോബ്, സങ്കീർത്തനങ്ങൾ, സുഭാഷിതങ്ങൾ, സഭാപ്രസംഗം, ഉത്തമഗീതം, ജ്ഞാനം, പ്രഭാഷകൻ, ഏഷ്യ, ജെറമിയ, വിലാപങ്ങൾ, ബാറുക്ക്, എസെക്കിയേൽ, ദാനിയേൽ, ഹോസിയേൽ, ജോയേൽ, ആമോസ്, ഒബാദിയ, യോന, മിക്ക, നാഹൂം, ഹബക്കുക്ക്, സെഫനിയ, ഹഗ്ഗായി, സെക്കറിയ, മലാക്കി, മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ, അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ, റോമ, 1 കൊരി, 2 കൊരി, ഗലാത്യ, എഫേസോസ്, ഫിലിപ്പി, കൊളോസസ്, 1 തെസ്സ, 2 തെസ്സ, 1 തിമോ, 2 തിമോ, തീത്തോസ്, ഫിലേമോൻ, ഹെബ്ര, യാക്കോബ്, 1 പത്രോസ്, 2 പത്രോസ്, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, യൂദാസ്, വെളിപ്പാട്. ആദ്യം ഞങ്ങൾ ബൈബിൾ വചനമാണ് പഠിച്ചു തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ ബൈബിളിനോടും കൂടുതലായി ഇഷ്ടം തോന്നി. അങ്ങനെയാണ് ബൈബിളിലെ പുസ്തകങ്ങൾ പറയാൻ ഞങ്ങൾ ഇടയായതും കലാം വേൾഡ് റെക്കോർഡ് വാങ്ങിച്ചതും. എൻ്റെ പേര് ജൂലി. എൻ്റെ വീട് പാറന്നൂർ. ഞാൻ ഫാർമസിയിൽ വർക്ക് ചെയ്യണു. എനിക്ക് 3 മക്കളാണ്. അതിൽ താഴെയുള്ള 2 മക്കളാണ് ഇങ്ങനെ റെക്കോർഡ് മേടിച്ചത്. മൂത്ത ആൾ കലാം വേൾഡ് റെക്കോർഡ് മേടിച്ചു. ബൈബിളിലെ 73 പുസ്തകങ്ങളുടെ പേര് 48 സെക്കൻഡിൽ പറഞ്ഞാണ് ഒരാൾക്ക് റെക്കോർഡ് കിട്ടിയത്. അടുത്ത ആൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ലഭിച്ചു. ബൈബിളിലെ 73 പുസ്തകങ്ങളുടെ പേര് 28 സെക്കൻഡിൽ പറഞ്ഞാണ് അവർക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത്. ഈ മക്കളെ ബൈബിൾ പഠിപ്പിക്കാനും ബൈബിളിലെ പുസ്തകങ്ങൾ പഠിപ്പിക്കാനും വചനങ്ങൾ പഠിപ്പിക്കാനും ഇടയായത് എൻ്റെ ഒരു ഫ്രണ്ട് കാരണമാണ്. ആളെന്നും ആളുടെ മക്കളുടെ സ്റ്റാറ്റസും ബൈബിൾ വചനങ്ങൾ പറയുന്ന സ്റ്റാറ്റസ് ഇടാറുണ്ട്. അങ്ങനെയാണ് ഞാൻ എൻ്റെ മക്കളെ ഇങ്ങനെ വചനങ്ങൾ പഠിപ്പിക്കാൻ ഇടയായത്. അങ്ങനെ ആദ്യം ഞാൻ ഓരോ വചനങ്ങൾ ഓരോ ദിവസം പഠിപ്പിച്ചു തുടങ്ങി. അപ്പോൾ വലിയ ഇഷ്ടമൊന്നും കാണിച്ചില്ല. എന്നാലും ഞാൻ നിർബന്ധിച്ച് എന്നും പഠിപ്പിക്കാറുണ്ട്. പിന്നെ അവർക്ക് അതിനോടുകൂടി ഇഷ്ടം തോന്നി. പിന്നെ അവരെന്നും എന്നെ ഓർമ്മപ്പെടുത്തി തുടങ്ങി വചനങ്ങൾ പറയണ്ടേന്ന്. അപ്പോൾ അങ്ങനെ ബൈബിൾ വചനങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു തുടങ്ങി. അങ്ങനെ ഒരു വീഡിയോ കണ്ടു. കുട്ടി ഇങ്ങനെ ബൈബിളിലെ പുസ്തകങ്ങളുടെ പേര് പറഞ്ഞ് ഇങ്ങനെ റെക്കോർഡ് മേടിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് നമുക്കും നോക്കിയാലോ എന്ന്. അങ്ങനെയാണ് ഞാൻ ഇവരെ ബൈബിളിലെ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു തുടങ്ങിയത്. അങ്ങനെ പഠിപ്പിച്ച് തുടങ്ങിയ ശേഷം ഇതിങ്ങനെ റെക്കോർഡായിട്ട് ഇങ്ങനെ അയക്കാൻ തീരുമാനിച്ചു. അയച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഇത്ര സെക്കൻഡിൽ പറയണമെന്ന് നിർബന്ധമാണെന്ന്. അപ്പോൾ
പഠിപ്പിച്ച് അങ്ങനെ 50 സെക്കൻഡിലൊക്കെ ഇങ്ങനെ പറയിപ്പിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 50 സെക്കൻഡിൽ ഇങ്ങനെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അവരതിനെ വെട്ടിച്ചാൽ മാത്രമേ ഇങ്ങനെ റെക്കോർഡ് കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ എന്നും ഇവരതിനെ പറയിപ്പിച്ച് പിന്നെ സ്പീഡായി അങ്ങനെ 28 സെക്കൻഡാക്കി. അങ്ങനെയാണ് ഇവർക്ക് റെക്കോർഡ് കിട്ടിയത്. ഇങ്ങനെ റെക്കോർഡ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ സാധാരണക്കാരായ നമുക്കൊന്നും കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും ഇത് കിട്ടാവുന്നത് തന്നെയുള്ളൂ. പിന്നെ എല്ലാ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കാൻ പ്രചോദിപ്പിക്കുക. അപ്പോൾ അനുഗ്രഹങ്ങൾ ധാരാളം കിട്ടും. നമ്മളതിന് അവസരങ്ങൾ നമ്മെ തേടിയെത്തും. നമ്മൾ അവസരങ്ങൾ തേടി പോകേണ്ടതില്ല, അവസരങ്ങൾ നമ്മെ തേടിയെത്തും എന്നാണ് എൻ്റെ അനുഭവം. എൻ്റെ പേര് സിസ്റ്റർ സജന സൈമൺ. ഞാൻ പാറന്നൂർ ഹോളി ഫാമിലി കോൺവെൻറ്റിലെ സിസ്റ്ററാണ്. ഷെന്നി ഷാനും എൻ്റെ തിരുബാലസിക്കത്തിലെ കുട്ടികളാണ്. കുഞ്ഞുനാൾ മുതലേ ദൈവവചനം പഠിക്കാനും അതോടൊപ്പം തന്നെ ബൈബിളിലെ കുഞ്ഞു കുഞ്ഞ് ഉപമകൾ പഠിക്കാനും അങ്ങനെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അത് പറയാനും മറ്റുള്ള കുട്ടികൾക്ക് മാതൃകയാണ് ഈ കുട്ടികൾ. പള്ളിയിലെ എല്ലാ കാര്യങ്ങളും ഇവർ ഭയങ്കര ആക്റ്റീവാണ്. ഷെന്നയ്ക്കും ഷാനും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും അവനെ കലാം വേർഡ് ഓഫ് റെക്കോർഡും കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇത്രയും കുഞ്ഞു പ്രായത്തിൽ തന്നെ ഇവർ വചനം പഠിക്കാനും അത് കിട്ടുന്ന അവസരങ്ങളൊക്കെ പറയാനായിട്ട് ഇടവരുത്തിയതിന് വളരെ സന്തോഷമുണ്ട്. ഇനിയും ഈ കുട്ടികൾ ദൈവവചനത്തിൽ വളരാനും അതിനെ കിട്ടുന്ന അവസരങ്ങളിൽ ഈശോനെ പ്രഘോഷിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യം ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. 1:1 ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. സങ്കീർത്തനങ്ങൾ 46:10. ഞാൻ തന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. യോഹന്നാൻ 8:24. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. യെശയ്യാ 49:15. നാവതിയാണത് ദുഷ്ടതയുടെ ലോകം തന്നെയാണ്. സുഭാഷിതങ്ങൾ 9:10. നാവിലലിയുന്ന തിരുഭോജ്യമേ, അകതാരിൽ നിറയുന്ന കാരുണ്യമേ, ഇന്നാവിലലിയുന്ന തിരുഭോജ്യമേ, അകതാരിൽ നിറയുന്ന കാരുണ്യമേ, ഈശോ നീയൻ ഉള്ളിൽ വരുമ്പോൾ സ്നേഹത്തിൻ സക്രാരിയായ ഹൃദയം ഉള്ളം നിറഞ്ഞു നന്ദിയോടെ പാടിടുന്നു. എൻ മിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നിടുന്നു. കാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ഇന്നാവിലലിഞ്ഞു നിന്നോടൊന്നാക്കണേ. കാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ഇന്നാവിലലിഞ്ഞു നിന്നോടൊന്നാക്കണേ. ബാല്യം മുതലെൻ്റെ ഓർമ്മകളിൽ ഞാൻ കാത്തുവച്ചു നിന്റെ രൂപം.